കാട്ടു ചെമ്പക പൂ പറിച്ചു പെണ്ണ് കാടിറങ്ങി മലം കാടിറങ്ങി കാട്ടുചോലയിൽ തീരാടി പെണ്ണ് കാവിലെ ദേവിക്ക് ചേട്ടാ എത്ര നേരം ഞാൻ വിളിക്കുന്നു, എന്താ ചേട്ടൻ തിരിച്ചു ഫോൺ വിളിക്കാൻ? ഫോൺ കംപ്ലൈന്റ് ആടാ. ബെസ്റ്റ് ടൈം. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ ഇപ്പോഴത്തെ ഈ ഐശ്വര്യത്തിനും ഈ ഒരു പ്രതാപത്തിനും ഐഫോൺ അല്ലേ നല്ലത്? അത് നീ പറയണ്ട, എനിക്കറിയാം. ഐഫോൺ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 82,000 രൂപ ഒരു ഐഫോൺ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ചേട്ടനായ കാരണം ഞാൻ 70,000 രൂപയ്ക്ക് തരാം. ഒരു മാസം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാലും ആലോചിച്ച് നോക്ക്, 12,000 രൂപ ചേട്ടന് ലാഭാ. കള്ളൻ ഫോണ് ഇതിൽ ചേട്ടന്റെ ഫോട്ടോ എടുത്തോണ്ടല്ലോ, കറക്റ്റ് ചാനലുണ്ടാവും കാണാൻ. അതിപ്പോ കണ്ണടി നോക്കിയാലും പോരെ. കണ്ണടയിൽ വീഡിയോ കളിക്കാൻ പറ്റില്ലല്ലോ. കണ്ണടി നല്ല വൃത്തിയായിട്ട് ഷേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിലും എടുക്ക് ചേട്ടാ, അടവിനെടുത്ത ഫോണാ. അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇമാര് സാധനം എടുക്കാൻ നിക്കണേ. ഇടിക്കേട്ട പാവില്ലേ നിനക്ക് സുഷ്കാന്തി നീ എടുത്ത് സഹായിക്കണേ. ഇവൻ എന്റെ പേരിലെ ഫോൺ എടുത്തോണേ. ലോൺകാര് പണ്ടാറടങ്ങാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാ. ചേട്ടനറിയോ? ഒരു കൗതുകത്തിന്റെ പുറത്തെടുത്തതാ. എന്തായിരുന്നു നിന്റെ കൗതുകം? ഇവന് ഇവന്റെ പെണ്ണിന് മുമ്പിലെ പഠിച്ചു കാണിക്കാൻ വേണ്ടി ഐഫോൺ എടുത്തതാ. ആ ഐഫോണിൽ അവള് റീൽ എടുത്തിട്ട് അവളിപ്പോ ഫേമസ് ആയി. ഇപ്പൊ അവള് ഫേമസ് ആയ വേറൊരു തെണ്ടിനൊപ്പം പോയി. തെണ്ടി. അതെ തെണ്ടി. അവനല്ല നീ തെണ്ടി. നീ അടവൊക്കെ നീ അടക്കണ്ടേ? അവനല്ല അടക്കണതൊക്കെ ഞാൻ അടക്കണ. എന്നാ നീയും തെണ്ടി. എങ്ങനെയും സഹായിക്കാം. ഒന്ന് പോയാലോ അവിടെ ഇവിടെ തൊളവണ ഷെട്ടി തുന്നാളെ നൂല് തുന്നാളെ പൈസ ഇല്ല. അപ്പഴാ തമാശ വിട്, കാര്യത്തേക്ക് വാ. എന്നാ നീ ഒരു കാര്യം ചെയ്യാം. അമ്മ എന്നെ വിട്ട് 2 പൊറോട്ട വാങ്ങിച്ചിട്ട് വാ. പൊറോട്ട എനിക്കില്ല, അത് നിങ്ങളെടുത്തോ. അത് പൊതിഞ്ഞോടെ തന്നെ പൊതിയുമില്ലേ, 2 റബ്ബർ ബാൻഡ് ഉണ്ടാവും. അതെനിക്കിതാ. അതെന്റെ ഫോൺ വിട്ട് കഴിഞ്ഞാൽ ഫോൺ വർക്കാവും. പിന്നെ എന്നെ എപ്പം നോക്കിയാൽ വിളിച്ചാൽ കിട്ടും. സത്യാളെ വിളിച്ചാ കിട്ടാ. വിളിച്ചാ കിട്ടുന്നേ. EMI ഫോൺ എടുക്കണ എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാടാവട്ടെ. അപ്പൊ നമ്മൾ കാട്ടു ചെമ്പക പൂ പറിച്ചു പെണ്ണ് കാടിറങ്ങി മലം കാടിറങ്ങി.